ഇന്ന് സെപ്റ്റംബർ 16 തിങ്കളാഴ്ച വന്ന് രസകരമായൊരു കണക്ക് ഒരുപാട് ചിന്തിപ്പിക്കുന്നത് കൂടിയായിട്ട് ഞങ്ങൾക്ക് തോന്നി. പ്രധാനമായും ജപ്പാനിലെ ജനസംഖ്യയിൽ 30% ആളുകൾ 65 വയസ്സ് കഴിഞ്ഞവരാണ് എന്നതാണ്. ലോകത്തൊരു സമൂഹത്തിലും അങ്ങനെ ഇല്ല എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. നേരത്തെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ, ഇറ്റലി, ജർമ്മനി, ഫിൻലൻഡ് തുടങ്ങിയ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ 20%-ലധികം വയോധികരാണ് എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ടാണ് 30% കണക്ക്. എന്ന് വെച്ചാൽ ഉള്ള ജനസംഖ്യ ജപ്പാനിലെ കണക്കൂട്ടി നോക്കിയിട്ട് 36.4 മില്യൺ ആളുകൾ 65 വയസ്സ് കഴിഞ്ഞവരാണെന്നും. ഇനി രസകരമായ മറ്റൊരു കാര്യം, 2023 ജോബ് ഫോഴ്സ് കണക്ക് നോക്കുമ്പോൾ 7-ൽ ഒരാൾ ഈ 65-70 കഴിഞ്ഞ ആളാണ് ജോലി ചെയ്യുന്നത് എന്ന കണക്കും കണ്ടെത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ലോകം കാര്യമന്വേഷിക്കും, എന്തുകൊണ്ട് ജപ്പാനിൽ മാത്രം ഇങ്ങനെ? നമ്മുടെ നാട്ടിലൊക്കെ 50, 55, 60 ആകുമ്പോൾ റിട്ടയർമെൻറ്റും കൊടുത്ത് വീട്ടിലിരിക്കുന്ന ആളുകൾ അവിടെ 65, 70, 75-ലും എന്തുകൊണ്ട് ജോലി ചെയ്യുന്നു ഇപ്പോഴും? എങ്ങനെ അവർക്കത് സാധ്യമാകുന്നു? അവരൊക്കെ ആരോഗ്യത്തോടു കൂടി 85, 90 കടത്തിവിടുന്നു. എന്തുകൊണ്ടാണിത്? എണ്ണി പറയാൻ ചില കാരണങ്ങൾ ജപ്പാൻ അടക്കമുള്ള സമൂഹങ്ങൾ ഇതേക്കുറിച്ച് പഠിച്ചിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, അവരുടെ ഭക്ഷണ രീതി തന്നെയാണ്. ഏറ്റവും കൂടുതലായിട്ട് ഫിഷ് കഴിക്കുന്നു, വെജിറ്റബിൾസ് കഴിക്കുന്നു, റിഫൈൻഡ് ഷുഗർ ഉപയോഗിക്കുന്നില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ജപ്പാൻ സ്വദേശികൾക്കൊക്കെ ചോറ് ഇഷ്ടമാണെങ്കിലും വളരെ കുറച്ച് മാത്രമേ കഴിക്കുന്നുള്ളൂ. സോയാബീൻ നന്നായി കഴിക്കുന്നുണ്ട്. മുതിർന്നവരൊന്നും പ്രോസസ്ഡ് ഫുഡ് അടുപ്പിക്കുകയില്ല എന്നാണ് കണക്ക് പറയുന്നത്. ആഹാരത്തിൽ വലിയൊരു ക്രമം അവർ വയ്ക്കുന്നത് 80% വയറ് ഫുള്ളാവുകയാണെങ്കിൽ അങ്ങനെ തോന്നിയാൽ പിന്നെ അങ്ങോട്ട് ഒരു സാധനവും ഉള്ളിലേക്ക് എടുക്കില്ല. ഇതിനെ അവരൊരു പേര് വിട്ടിട്ടുണ്ട്, ഹരഹാച്ചി ബൂ എന്നാണ് പറയുന്നത്. ഈ 80% ഒരു 1/4 അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കരുത് എന്നുള്ള തിയറിയാണത്. കാറിലും സ്കൂട്ടറിലും യാത്ര ചെയ്യാതെ സാധാരണ ചവിട്ട് സൈക്കിളുകളിലും പിന്നെ നടന്നും ഉള്ള യാത്രകൾ വയോധികർ ജപ്പാനിൽ ശീലമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ മറ്റൊരു കാര്യം. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയി പറയുന്ന കാര്യം വർക്ക് എന്നുള്ളതാണ്. 65, 70, 75 കഴിഞ്ഞാലൊന്നും ഈ ജോലി അവസാനിപ്പിക്കില്ല. ഏതെങ്കിലും ഓഫീസുമായി ബന്ധപ്പെട്ടോ അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട വിനോദവുമായി കണക്ട് ചെയ്തോ ഒരു വർക്കിൽ ഏർപ്പെടും, വരുമാനം കിട്ടും, അതുവഴി മാനസികമായ ഉല്ലാസമുണ്ടാകും. കൂട്ടത്തിൽ പറയുന്ന ശ്രദ്ധേയമായൊരു കാര്യം, നമ്മുടെ നാട്ടിലൊക്കെ ഓണത്തിന് പൂക്കളമിടുന്നില്ലേ? അതുപോലെ വയോധികർ പൊതുസ്ഥലങ്ങളിൽ വന്നിട്ട് ഇഷ്ടമുള്ള നിറമുള്ള പൂക്കൾ കൊണ്ട് ചില പ്രത്യേകതരം ചിത്രങ്ങൾ വരച്ച് ആസ്വദിക്കുമത്രേ. പ്രകൃതിയുടെ ലാവണ്യവും അവർ ഉണ്ടാക്കുന്ന ഡിസൈനിൻ്റെ ഭംഗിയും അതിലൂടെ മനസ്സ് പുതിയ വിധാനങ്ങളിലേക്ക് സഞ്ചരിക്കലും ഒന്നിച്ചാകുമ്പോൾ ആരോഗ്യം ഉഷാറായിട്ടിരിക്കുകയും പ്രായം കഴിയുന്നത് അറിയുകയേയില്ല എന്നുമാണ് അവരുടെ വിശ്വാസം. നാച്ചുറലായിട്ടുള്ള ഒരുപാട് ചൂട് വെള്ളം കിട്ടുന്ന അരുവികൾ ജപ്പാനിലുണ്ടത്രേ. അവിടങ്ങളിൽ പോയി കുളിക്കുക വയോധികരുടെ വിനോദം പോലെയാണെന്ന്. അതുപോലെ കാംബോ എന്നറിയപ്പെടുന്ന ഒരു ചികിത്സാ രീതി, ഹെർബൽ മെഡിസിൻ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഏറ്റവും മുന്തിയ മോഡേൺ മെഡിസിൻ കിട്ടുന്ന ജപ്പാനിൽ ട്രഡീഷണൽ മെഡിസിന് വളരെ വലിയ പ്രാധാന്യമുണ്ടെന്ന് കണ്ടെത്തിയിട്ട് അവിടുത്തെ വയോധികർ അത് ഉപയോഗിക്കുന്ന ശീലമുണ്ടത്രേ. അതുകൊണ്ടാണ് അവരുടെ ആരോഗ്യം ഇത്രയും കൃത്യമായി നിലനിൽക്കുന്നതെന്ന്. ഏഷ്യയിൽ തന്നെയുള്ള ജപ്പാനിലെ ആളുകൾ ഇങ്ങനെ പ്രായം കൂടുന്തോറും ഊർജ്ജസ്വലരായി ജീവിക്കുകയും വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. രസാവഹമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നു. തെരുവുകളിൽ ചെന്ന ഒരുപാട് വൃദ്ധരെ ഊർജ്ജസ്വലരായ യുവാക്കളെപ്പോലെ നിൽക്കുന്നത് കാണാം. ഇതുപോലെ ഇത്തരം ഭക്ഷണശീലം നമുക്കും ശീലിച്ചാൽ ഒരുപക്ഷേ മാറ്റമുണ്ടായേക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടു കൂടിയ ദീർഘായുസ്സ് ഉണ്ടാകട്ടെ.